അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. ഇന്ന് നമുക്ക് ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ? ചോറിന് കൂട്ടാൻ ഇറച്ചിയോ മീനോ പൊരിച്ചതൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അതിനായി ഈ ടൈപ്പ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ വഴുതനങ്ങ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അല്പനേരം വെള്ളത്തിലിട്ട് വെക്കണം. ഈ ഒരു കനത്തിൽ വേണം അരിയാൻ. ഒരുപാട് കനം കുറച്ച് അരിയാത്തതാണ് നല്ലത്. നമുക്കിനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി ആദ്യം ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, കുറച്ച് അരിപ്പൊടി എന്നിവ ചേർക്കുക. അരിപ്പൊടി ചേർക്കുന്നത് നമ്മൾ വഴുതനങ്ങ പൊരിച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറം ഭാഗം ഇരിക്കാൻ വേണ്ടിയാണ്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 മുറി നാരങ്ങയുടെ നീര്, പാകത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. വെള്ളം അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മസാല ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ കുറച്ച് സമയത്തിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളം പോകാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയിലേക്ക് മസാല നന്നായി പിടിക്കുന്ന വിധത്തിൽ കൈകൾ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിവ പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വളരെ കുറഞ്ഞ തീയിലിട്ട് വേണം നമ്മൾ ഈ വഴുതനങ്ങ പൊരിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ പുറത്തുള്ള മസാല മാത്രം കരിഞ്ഞ് അകം ഭാഗം വേവാതെ ഇരിക്കും. ഒരു വശം ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. വഴുതനങ്ങ ഇങ്ങനെ പൊരിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. 2 വശവും ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.